നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വ്യാജ പീഡന പരാതിയെ തുടർന്ന് 2 യുവാക്കൾ ജയിലിൽ കഴിഞ്ഞത് 68 ദിവസം. 19ഉം 20ഉം വയസ്സുള്ള യുവാക്കളാണ് ചെയ്യാത്ത കുറ്റത്തിന് 2 മാസത്തിലേറെ ജയിലിൽ കിടന്നത്. യുവാക്കളുടെ ബന്ധുവായ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഇരുവർക്കുമെതിരെ പീഡന പരാതി നൽകിയത്. സഹപാഠിയുമായുള്ള പെൺകുട്ടിയുടെ പ്രണയബന്ധം അമ്മയോട് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിനാണ് മാതാപിതാക്കൾ പോലും അറിയാതെ പെൺകുട്ടി യുവാക്കൾക്കെതിരെ പീഡന പരാതി നൽകിയത്. പരാതി വ്യാജമാണെന്ന് വെളിപ്പെടുത്തി പെൺകുട്ടി നേരിട്ടെത്തിയതോടെ 2 യുവാക്കൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. സഹോദരിയുടെ നന്മയ്ക്കായി ഇടപെട്ടതിന്റെ പേരിൽ ചെറുപ്രായത്തിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന 19ഉം 20ഉം വയസ്സുള്ള യുവാക്കൾക്ക് കൗൺസിലിംഗ് നൽകാനും ജസ്റ്റിസ് CS ഡയസ് ഉത്തരവിട്ടു. ബന്ധുക്കൾക്കെതിരെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നൽകുന്ന പീഡന പരാതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് ഏറെ ജാഗ്രത വേണ്ടതുണ്ടെന്നും ഇക്കാര്യത്തിൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് രൂപം നൽകണമെന്നും കോടതി പറഞ്ഞു. തടിയിട്ടപ്പറമ്പ് പോലീസാണ് പെൺകുട്ടിയുടെ പരാതിയിൽ യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും ജാമ്യ ഹർജിയോടൊപ്പം പരാതി വ്യാജമാണെന്ന പെൺകുട്ടിയുടെ പിതാവിന്റെയും സത്യവാങ്മൂലങ്ങൾ ഫയൽ ചെയ്തിരുന്നു. തുടർന്ന് കോടതി പെൺകുട്ടിയെ വിളിച്ചു വരുത്തി സംസാരിച്ചു. സഹപാഠിയുമായുള്ള പ്രണയം അമ്മയോട് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് പരാതി നൽകിയതെന്ന് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു. മകൾ പരാതി നൽകിയത് പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞതെന്ന് പിതാവ് പറഞ്ഞു. പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന് ഉത്തമ ഉദാഹരണമാണിതെന്നും നിയമം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വലിയ ഭീഷണിയാണെന്നും കോടതി പറഞ്ഞു.